നമ്മൾ ഓപ്പോസിറ്റ് പാടത്തോട്ട് പോകും. അന്നേരം കുറേ വല വെച്ചിട്ട് നമുക്ക് ചെറിയ വരാല കിട്ടി. അന്നേരം ഇവിടെ ഇന്നലെ വരാൽ ഒത്തിരി ഉണ്ടായിരുന്നു. നേരം വരാൽ ഇഷ്ടംപോലെ പിടിച്ചെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് അവർ വന്ന് നോക്കിയപ്പോൾ അവന്മാരൊന്നും കണ്ടില്ലായിരുന്നു. കാണാഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുക. പാടം ഇന്നലെ പറ്റിയിട്ട് വരാലുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു. അയ്യോ, വഴി ഇച്ചിരി ഡേഞ്ചറാണ്. ആ ചെളി ചവിട്ടി ഈ ചാക്കയെ ചവിട്ടിയ ആരൊക്കെ ചവിട്ടി തന്നെ വീണ്ടുണ്ടെന്ന് തോന്നി. ഇവിടൊക്കെ നല്ല രീതി. ഇവിടെയും വിത നടക്കുന്ന പാടമാണ്. ഈ പാടവും വിത കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ നോക്കട്ടെ. നല്ല അടിപൊളി മഴയാണ് ഇവിടെ കേട്ടോ. നമ്മൾ ഈ പാടത്തോട്ട് വന്ന് കാല് വെച്ചപ്പോൾ തൊട്ട് തുടങ്ങിയ മഴയാണ്. ഇന്നലെ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് പേര് നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അടുത്തുള്ളവരൊക്കെ ആയിരുന്നു. അവർ വന്നിട്ട് നമ്മളോട് പറഞ്ഞ് ഇന്നലെ ഇവിടെ കണ്ടൊരുമാനം വരാൽ പിടുത്ത. അവർ കൈ കൊണ്ട്, അവർ മീൻ പിടുത്തമൊന്നുമല്ല അവരുടെ പരിപാടി. അവർ ചുമ്മാ ഇവിടെ ചൂണ്ടയായിട്ട് വന്നപ്പോൾ കണ്ടൊരുമാനം വരാലായിരുന്നു ഇവിടെ. എന്നുവെച്ചാൽ അവർക്ക് മുക്കാച്ചാക്കോളം വരാൽ അവർ തപ്പിപ്പിടിച്ച്. നമ്മളറിഞ്ഞില്ല. നമ്മളിന്നേരം വേറെ പാടത്തായിരുന്നു. എന്തായാലും ഇവിടെ ചത്ത് കിടക്കുന്ന സിലോപ്പിയൊക്കെ കാണണം. നല്ല സൈസ് സിലോപ്പി, ഒരു 1/4 കിലോ ഉള്ള ടൈപ്പ് സിലോപ്പിയൊക്കെ അവിടെ ചത്ത് കിടപ്പുണ്ട്. ഞങ്ങൾ അവർ വള്ളമായിട്ട് വരുന്നുണ്ട്. അന്നേരം ഇവിടെ ഒരു ചാലുണ്ട്, ഈ ഒരു ചാലുണ്ട്. നല്ല കാലമഴയാണ്. എന്തായാലും തണുപ്പടിക്കാനും തുടങ്ങി. നമ്മൾ ഈ ചാലിലൊന്ന് വല വെച്ച് നോക്കാൻ പോവുക. നമുക്ക് ഒരു 3-4 കിലോ വരാൽ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ചാലൊന്ന് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അടിച്ചല്ലേ നോക്കി. സിലോപ്പിയാണ് ഇവിടെ കിടക്കുന്ന സിലോപ്പിയെ കാണും ചത്ത് കിടക്കുന്നത്. സിലോപ്പിയുടെ ഒക്കെ വലിപ്പം കണ്ട, നല്ല സൈസ് സിലോപ്പി. അവിടെയൊക്കെ ചത്ത് കിടപ്പുണ്ട്. ഈ കരിമീൻ വെള്ളത്തിൽ കിടപ്പുണ്ട്. അത്യാവശ്യം മീൻ ചത്തുപോയി. എന്നുവെച്ചാൽ ഇത് ആർക്കും പ്രയോജനമില്ലാതായി പോയി. ഇവിടെ കലവെടുത്തില്ലടാ, ഇവിടെ കാലമഴയാ. ഇവിടെ നിൽക്കുന്ന ഇവന്മാരാണ് ഇന്നലെ ഇവിടുത്തെ വരാലൊക്കെ പിടിച്ചോണ്ട് പോയത്. കലവെടുത്തില്ലേ? അടാ ഇപ്പൊ മലയാളത്തിൽ വരുന്നുണ്ടല്ലോ സംസാരിക്കുന്നു. നമ്മള് ഇവിടെ ഒരു വല കുത്തിയിട്ടുണ്ട്. നല്ല ഇട്ടിപ്പം മഴയാണ്. മഴയത്താണ് ഈ പാടത്തോട്ട് വന്നിരിക്കുന്നത്. പാടത്ത് ഈ ചാല നമ്മൾ നോക്കുന്നത്. ഇത് ഒരു പരീക്ഷണം. ഒന്നാമത്തെ കാര്യം വെള്ളം കൂടുതൽ. വെള്ളം എന്തായാലും നേരത്തെ കിടക്കും. അതായത് നമുക്ക് ഈ ഒരു വല വെച്ചിട്ട് മീൻ നമ്മൾ അടുത്ത് നോക്കും പരിപാടി. അപ്പോൾ അവിടുന്ന് കൈക്ക് തപ്പി വരുന്നു, പുറവലിക്കുന്നില്ല. ഇനി ഇടയ്ക്ക് വന്നിട്ട് മീൻ ഉണ്ടെങ്കിൽ കൈ തട്ടുവാണെങ്കിൽ ഇടയ്ക്ക് ഒരു വല കൊടുക്കും. പരിപാടി അവിടെ തുടങ്ങി. ഉണ്ടാ അടിക്കുന്നത് ആഞ്ഞടിക്കങ്ങോട്ട് കുടുംബത്തിൽ.
രണ്ടായിട്ട് ഇറങ്ങി വന്നിട്ട് നമ്മുടെ കയ്യിൽ ഇവരായിട്ടൊന്നും തട്ടിയൊന്നുമില്ല കേട്ടോ. മീൻ ഇത്രയും വെള്ളമായിട്ട് മീൻ ഒന്നേ നിരത്തി നിൽക്കുമായിരിക്കും, ഇല്ലെങ്കിൽ മീൻ എവിടെയും ഒതുങ്ങിയിട്ടുണ്ട്. മീൻ കൈ തട്ടിയിട്ടില്ല, നമ്മുടെ കൈ തട്ടുവാണെങ്കിൽ മാത്രം അവിടെ ഒരു പുറകിൽ നമ്മൾ കൊടുക്കും, ഇല്ലെങ്കിൽ നേരെ തപ്പി അങ്ങോട്ട് കയറത്തി എന്നാ വരാലോ. ചെറിയൊരു വരാലും കുടുന്നതിൻ്റെ കൈ തട്ടിയാൽ ഇങ്ങോട്ട് പോകുമ്പോൾ അറിയാം വരാൻ. ഇവിടെ ഷീറ്റ് വെച്ചിരിക്കുന്ന ഷീറ്റിൻ്റെ വിടവിൽ കയറി നിൽക്കാൻ സാധ്യതയുണ്ട്. പോകുമ്പോൾ അറിയാം നമുക്ക് മീൻ കിട്ടാൻ സാധ്യത ഉണ്ടോ ഇല്ലേ. എന്ത് പറഞ്ഞാൽ ചാടിപ്പോയി അള്ളക്കത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വരാക്കൻ തോന്നി അള്ളക്കത്ത്. മറ്റേ തമ്പനും മക്കളും കൊയ്തിട്ടേ നിൽക്കണ്ടേ. വെള്ളത്തിലുള്ള പണിയാ, അപ്പൊ വെള്ളം ചെറിയൊക്കെ പറ്റും. വെള്ളം തെറിപ്പിക്കണോ കാര്യമൊന്നുമില്ല അങ്ങനെ. നാണം തപ്പി ഇങ്ങനെ കൈ കൊണ്ടില്ല എന്നിട്ട് ഇവരെ അടിച്ചു തെറിപ്പിക്കും. ഞാൻ കാണാൻ നിൽക്കുന്നുണ്ട് അപ്പുറത്ത് അവിടെ നോക്കാൻ. ആ ഉളങ്ങ് നോക്കാൻ അടുത്ത് വരെ കിട്ടിയേ. അതുമല്ല ഇത് സുനയാണ്, മറ്റേ മുള്ളൻ. മുള്ളനാണ് ഞാൻ അവിടെ തന്നെ പറഞ്ഞു. മുള്ളനാണ് അവിടെ അല്ല നിറച്ച് എത്ത പിടിച്ച് നോക്കും. അവിടെ തന്നെ നിന്നും വെള്ളത്തിൽ വെക്കാനാ എന്ത് എന്ത് ചൂടുണ്ടാ മകൻ ഓൾത്തരം ചാനലൊക്കെ കുഴപ്പമില്ല.
ഓ എന്തോ സിനിമയിലെടുത്ത് ക്ലോസ് ഷോട്ടാ. പാട്ടല്ല ഒറ്റ ഷോട്ടിന് നാലെണ്ണമായി. റെഡി റെഡി. കമ്പനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ആവട്ടെ. പ്രസ്ഥാനം നിർത്തിക്കാൻ അത് കിട്ടിയില്ല. വരാടിച്ചോ? പോയതാണ്. എന്താടാ ഇപ്പൊ പോകണം. പുറപോലെ ഇല്ലാത്ത പരിപാടിയായിരുന്നു. കുഞ്ഞിനാണോ ടിക്കറ്റ് വെച്ചത്? എല്ലാ പായലിൻ്റെ അകത്ത് കുരുങ്ങി കിടന്നിറങ്ങാന്നൊന്നുമല്ലേ ചാടാൻ? ഓരോ വെക്കാനൊക്കെ ഇതൊന്നും കണ്ടില്ല. വെള്ളം പാറ്റണം. വെള്ളം പാറ്റിയാൽ എന്തെങ്കിലും പ്രയോജനം.
ഇതിനകത്ത് വെക്കണ്ട അങ്ങനെ ആരിയുണ്ട് അല്ലല്ല നോക്കാം ഉണ്ട് കിടക്കും പൂരി പൂരി ഉണ്ടില്ല. നമ്മളിത് ഇവിടെ ഒരു വല വെച്ച് ഓൾറെഡി ഇതുണ്ട് കണ്ടത്തിലൊക്കെ വെള്ളമായി ഇതെന്നാ കവിഞ്ഞൊഴുകുവാണ് കേട്ടോ. നേരം മോട്ടർ ഓണാക്കിയപ്പോഴാണ് നമ്മൾ വല വെച്ചിട്ട് ആകെ കിട്ടിയ വരാനായി. ഇത്രയും വരാലേ നമുക്ക് ആകെ കിട്ടിയുള്ളൂ. പുറവല വെച്ചില്ല എന്ന് വെച്ചാൽ പുറവല വെക്കാഞ്ഞെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് നമ്മുടെ കയ്യിലൊന്നും തട്ടിയില്ല. പിന്നെ ഒന്നും ഒറ്റയും തട്ടി പുറന്നോട്ട് മാറിയതല്ല, ചെറിയ വരാലായിരുന്നു. അതായിരുന്നു പുറവല വെക്കാൻ. എന്തായാലും മഴയായി തണുപ്പ് പിടിച്ച് നമ്മളിട്ട് കളഞ്ഞ വരാക്കണ്ട. അപ്പം നമ്മുടെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ച് നമ്മൾ പോയേക്കുക. ഇനിയിപ്പം നാളെ ഇത് വെള്ളം പറ്റിയ എനിക്കൊന്ന് വരാൽ കാണും. നമ്മൾ കറക്റ്റ് ഇന്നലെയൊക്കെ മീൻ പിടുത്തോണ്ടാണ് നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വരാൻ തോന്നിയിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി മീൻ കിട്ടിയതിനൊക്കെ. അതായത് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. എപ്പോഴും മീൻ കിട്ടുന്ന വീഡിയോ മാത്രമല്ല, ഇതേ കണക്ക് കിട്ടാത്ത വീഡിയോ കൂടി നിങ്ങൾക്ക് കാണുക. കിട്ടാത്തതെന്ന് പറഞ്ഞാൽ മീൻ കുറവുള്ള. അന്നേരം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.